ഗുഡ് ഈവനിങ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഡെയിലി അനാലിസിസ് പ്രോഗ്രാമിലേക്ക് സ്വാഗതം. സോ നിഫ്റ്റിയുടെ ചാർട്ടാണിത്, 5 മിനിറ്റ് ചാർട്ടാണ്. സോ സ്ലൈറ്റ്ലി ചെറിയൊരു ഗ്യാപ്പ് അപ്പ് ആയിരുന്നു, എന്നിട്ട് മുകളിലോട്ട് പോയി അവിടെ നിന്നൊരു സഡൻ ഫോൾ ഉണ്ടായിരുന്നു. സോ ഞാൻ ഈ ഒരു ക്യാൻഡിലിൻ്റെ ലോ ക്രോസ് ചെയ്തപ്പോൾ ഞാൻ ഇവിടെ എൻട്രി ചെയ്തിട്ടായിരുന്നു. ബട്ട് അത് തിരിച്ച് ഷാർപ്പ് റിവേഴ്സലായിരുന്നു. നല്ല വി ഷേപ്പ് റിക്കവറി ആയിരുന്നു, പോസിറ്റീവ് മൊമെൻ്റം ആയിരുന്നു. പിന്നെ സെക്കൻഡ് ഹാഫിൽ നല്ലൊരു മൊമെൻ്റം ഉണ്ടായി. നിഫ്റ്റി മോർ ദാൻ 1% അപ്പായി. ഈ ഷാർപ്പ് മൊമെൻ്റത്തിൽ നമ്മുടെ ഇവിടുത്തെ ട്രേഡ് സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, സോ വി കോൺ ഡു എനിത്തിങ്. പക്ഷേ ഇത് പാറ്റേൺ നെഗറ്റീവ് ആയിരുന്നു. ഒരു എം പാറ്റേണും ഫോർമേഷൻ ഉണ്ടായിരുന്നു. ഇതിൻ്റെ ഒരു ലോയും ബ്രേക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ താഴോട്ടുള്ള എൻ്റെ ഇതുവരെ എക്സ്പെക്ട് ചെയ്തു. കാരണം ഈ ഒരു ക്യാൻഡിലിൻ്റെ താഴെ ഈ ഒരു പോയിന്റ് വരെ എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു ഫർദർ 100 points ഡൗൺ എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ബട്ട് ഇവിടെ ഈ ഒരു ഏരിയയിൽ നിന്ന് ഷാർപ്പ് റിവേഴ്സലായിട്ടുണ്ടായിരുന്നു. ഓക്കെ, സോ അങ്ങനെയായിരുന്നു. ബാങ്ക് നിഫ്റ്റി കുറച്ചും കൂടെ ഒരു നെഗറ്റീവ് ആയിരുന്നു. ബാങ്ക് നിഫ്റ്റി ഓപ്പൺ ചെയ്തത് ഗ്യാപ് ഡൗൺ ആയിട്ടായിരുന്നു. പിന്നെ ഇവിടെ നിന്നൊരു സെല്ലിങ് വന്നു. ഇതേപോലെയാണ് നിഫ്റ്റി എക്സ്പെക്ട് ചെയ്തത്. ഈ ഒരു ഏരിയയിലോട്ട് വന്നിട്ട് അവിടുന്ന് റിവേഴ്സൽ എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ബട്ട് എന്ത് സംഭവിച്ചെന്ന് പറഞ്ഞാൽ അതിന് ഒത്തിരി മുന്നേ തന്നെ അത് റിവേഴ്സലായി. അതുകൊണ്ടാണ് സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്തത്, അല്ലെങ്കിൽ ടാർഗറ്റ് അച്ചീവ് ചെയ്യായിരുന്നു. ഓക്കെ, സോ നമുക്ക് ഡെയിലി ക്യാൻഡിൽ നോക്കുകയാണെങ്കിൽ നിഫ്റ്റിയുടെ ഡെയിലി ക്യാൻഡിൽ ഒരു ബുള്ളിഷ് ക്യാൻഡിലാണ്. ഇതിൻ്റെ ഒരു ഓൾമോസ്റ്റ് 50% ക്രോസ് ആയിട്ടുണ്ട്. ബട്ട് വീക്ക്ലി ക്യാൻഡിൽ നെഗറ്റീവ് ആയതുകൊണ്ട് നമുക്ക് ഒരു ഡോജി ടൈപ്പ് ക്യാൻഡിലാണ് വീക്ക്ലി ക്യാൻഡിൽ വന്നിട്ടുള്ളത്. സോ നമുക്കൊരു ഷുവർ ഷോർട്ട് ട്രേഡ് നാളെ പോസിറ്റീവ് സൈഡ് കിട്ടുമെന്ന് അറിയത്തില്ല. ബട്ട് ഒന്നിലൊരു നെഗറ്റീവ് സൈഡ് ചെറിയൊരു ഇത്, അല്ലെങ്കിൽ ഇതിൻ്റെ മുകളിലോട്ടാണെങ്കിൽ നിങ്ങൾക്ക് ചെറിയ സ്റ്റോപ്പ് ലോസ് വെച്ച് ഇതുവരെ ടാർഗറ്റ് 360 370 ടാർഗറ്റ് വെച്ച് നിങ്ങൾക്ക് വേണമെങ്കിൽ എടുക്കാം. ഓക്കെ, മുകളിലോട്ടാണെങ്കിൽ ബാങ്ക് നിഫ്റ്റി ആ ഒരു ഡോജി ക്യാൻഡിലിൻ്റെ ഇത് തന്നെയാണ്. നിഫ്റ്റി ഒരു ഡോജി ക്യാൻഡിലിൻ്റെ ഉള്ളിലായതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ ഒരു ഷുവർ ഷോട്ട് ട്രേഡ് ഇടാനുള്ള ചാൻസ് വളരെ കുറവാണ്. നിഫ്റ്റി മിഡ് ക്യാപ്പ് ഒരു ഷാർപ്പ് റിക്കവറി ആയിരുന്നു ഇന്ന് നടത്തിയിട്ടുണ്ടായിരുന്നത്. നല്ല ഫോൾ ഉണ്ടായിരുന്നു ഫസ്റ്റ് ഹാഫ്. നമുക്ക് 5 മിനിറ്റ് ചാർട്ട് നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് ഹാഫിൽ ഫോളായി. സെക്കൻഡ് ഹാഫിൽ വളരെ വി ഷേപ്പ് റിക്കവറി പോലെയാണ് നിഫ്റ്റി സ്മോൾ ക്യാപ്പ് ഇതായിട്ടുള്ളത്. നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞൊരു കാര്യം എന്ന് പറഞ്ഞാൽ നിഫ്റ്റി സ്മോൾ ക്യാപ്പിൻ്റെ ഈ ഒരു ലോ ബ്രേക്ക് ചെയ്തിട്ടില്ല, അത് പോസിറ്റീവാണ്. സോ ഇവിടെ ഒരു സ്ലൈഡ്ലി കൺസോൾട്ടേഷൻ കഴിഞ്ഞ് ഒരു തിരിച്ചു പോവുകയാണെങ്കിൽ ഒരു ടെമ്പററി ബോട്ടം, മീൻ ടൈമിൽ ടെമ്പററി ബോട്ടം പോലെ ഇതിനെ കൺസിഡർ ചെയ്യാം. ഓക്കെ, അങ്ങനെ ഒരു ഫോർമേഷൻ ആയി വരുന്നുണ്ട്. നമുക്ക് നോക്കാം. നിഫ്റ്റി മിഡ് ക്യാപ്പും അതേപോലെ തന്നെയാണ്. നിഫ്റ്റി സ്മോൾ ക്യാപ്പ് കുറച്ചും കൂടെ ഒരു പോസിറ്റീവ് പോലെ എനിക്ക് തോന്നുന്നുണ്ട് ചാർട്ട് കണ്ടിട്ട്, മിഡ് ക്യാപ്പിനെ കാട്ടിയും. സിൽവർ രാവിലെ നല്ല ക്രാഷ് ആയിട്ടുണ്ടായിരുന്നു. ഓൾമോസ്റ്റ് 10-12% ക്രാഷ് ആയിട്ടുണ്ടായിരുന്നു. നമ്മൾ സിൽവർ കഴിഞ്ഞ ദിവസം നമ്മൾ അവർലി ക്യാൻഡിൽ പറഞ്ഞത് ഇവിടെയായിരുന്നു. സോ അവർലി ക്യാൻഡിൽ ഇവിടെ ക്രോസ് ചെയ്തു. ഇതിൻ്റെ താഴെ ഇതിൻ്റെ താഴെ നിങ്ങൾക്ക് ക്രോസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ട്രേഡ് എടുക്കാൻ, കാരണം ഇതൊരു ടാർഗറ്റ്, നിങ്ങൾ എപ്പോഴും പറയുന്ന പോലെ ഈ ഒരു ടാർഗറ്റ് വെച്ചിട്ട് നിങ്ങൾക്ക് ഇവിടെ ട്രേഡ് എടുക്കാം. ഓക്കെ, സോ നിങ്ങൾക്ക് ഇതൊരു ഈസി ട്രേഡാണ്. കാരണം ഇങ്ങനെ ഇതിൻ്റെ ഞാൻ പറഞ്ഞില്ലേ, ഫ്ലാറ്റ് ആയിട്ടാണ് ഇന്ന് ഗ്യാപ് ഡൗൺ ഓപ്പൺ ആവുകയാണെങ്കിൽ ഈ ഒരു വീക്സ് എപ്പോഴും ഇവിടുത്തെ സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്യാൻ വേണ്ടി എപ്പോഴും ട്രേഡ് വരും. എൻ്റെ ആ സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്തിട്ട് റിവേഴ്സൽ ഫോം ചെയ്യാറുണ്ട്. ഓക്കെ, സോ അത് ഈ ഒരു സെയിം പ്രിൻസിപ്പിളാണ് നിഫ്റ്റി എടുത്തത്. ബട്ട് നിഫ്റ്റി അത് വർക്കായില്ല. ഗോൾഡും ഇതേപോലെ ഇന്നലത്തെ ഡേ ക്രോസ് ചെയ്ത് നല്ലൊരു ഫോൾ ഉണ്ടായിരുന്നു. ഓൾമോസ്റ്റ് 4,400 വരെ ഫോൾ ആയിട്ടുണ്ടായിരുന്നു ഏർലി ചാർട്ടിൽ. സോ അതിൽ നിന്ന് ചെറിയ റിക്കവറി ഇപ്പം ഫോം ആവുന്നുണ്ട്. ഓക്കെ, സോ നമുക്ക് ഇന്നത്തെ ഇൻഡെക്സ് മാപ്പ് നോക്കുകയാണെങ്കിൽ സെക്ടർ ഇൻഡെക്സ് ഓട്ടോ പോസിറ്റീവ് ആയിരുന്നു, ബാങ്കും പോസിറ്റീവ് ആയിരുന്നു, ഫാർമ പോസിറ്റീവ് ആയിരുന്നു, IT നെഗറ്റീവ് ആയിരുന്നു. IT ഇന്നലെ പോസിറ്റീവ് ആയിരുന്നു തോന്നുന്നു. ഹെൽത്ത് കെയർ നെഗറ്റീവ് ആയിരുന്നു. ഓക്കെ, മെറ്റലെല്ലാം പോസിറ്റീവ് ആയിരുന്നു. ബ്രോഡ് ഇൻഡെക്സ് നിഫ്റ്റി 51% അപ്പായിരുന്നു. പവർ ഗ്രിഡ് 7%, TMPV
5.61 അദാനി പോർട്സ് 4.28 അപ്പ് ആയിരുന്നു. ഇൻഫി ഡൗൺ ആയിരുന്നു. മാക്സൽ ഡൗൺ ആയിരുന്നു. ആക്സിസ് ബാങ്കും ശ്രീറാം ഫിനാൻസ് എല്ലാം ഡൗൺ ആയിരുന്നു. നെക്സ്റ്റ് 50 നോക്കുകയാണെങ്കിൽ ഹിന്ദുസ്ഥാൻ സിങ്ക് റിവേഴ്സിൽ വരുന്നുണ്ട്. 7.61 കഴിഞ്ഞ 2 ദിവസം ഡൗൺ ആയിരുന്നു. BPCL 5%, ലോധ 5.05 അപ്പ് ആയിരുന്നു. ഗെയിൽ 1.15 ഡൗൺ ആയിരുന്നു. LTM 1.24, നൗക്കരി 1.40, ഡിവിസ് ലാബ് 1.44 ഡൗൺ ആയിരുന്നു. നമുക്ക് മിഡ് ക്യാപ്പ് 150 നോക്കാം. മിഡ് ക്യാപ്പ് 150ൽ സുന്ദരം ഫിനാൻസ് 8.9% അപ്പായിരുന്നു. പ്രീമിയർ എനർജി 6.73, വയലറ്റ് എനർജി 5.95, എനർജി ഇതെല്ലാം അപ്പായിരുന്നു ഇന്ന്. KPR മിൽ, OIL, BDL, പോളിസി ബസർ ഇതെല്ലാം ഡൗൺ ആയിരുന്നു. സ്മോൾ ക്യാപ്പ് 250 കൂടെ നോക്കാം. MRPL 9.23% അപ്പായിരുന്നു. ലേറ്റൻ വ്യൂ 8.42, സെഞ്ചുറി പ്ലേ 7.82, റിലയൻസ് ഇൻഫ്ര 4.99 ഡൗൺ ആയിരുന്നു. ചോള ഹോൾഡിംഗ് 5% ഡൗൺ ആയിരുന്നു. ഇന്റലക്ട് 6% ഡൗൺ ആയിരുന്നു. സോ ഓവറോൾ ന്യൂസ് നോക്കുകയാണെങ്കിൽ ഇന്ന് ചൈനയിൽ എന്തോ ഷട്ട് ഡൗൺ ഇഷ്യൂ ഉണ്ടായിരുന്നു. ഡീറ്റെയിൽ ഞാൻ വായിച്ചില്ല. ഷട്ട് ഡൗൺ ഇഷ്യൂ ഉണ്ടായിരുന്നു. അതിൻ്റെ ഒരു പാനിക് സെല്ലിംഗ് ആയിരുന്നു ഗോൾഡിൽ രാവിലെ നടന്നുകൊണ്ടിരുന്നത്. ബട്ട് ഗോൾഡ് ഇപ്പം സ്ലൈഡ്ലി ഒരു റിക്കവറി വരുന്നുണ്ട്. സോ ഈ ഏരിയയിൽ നിന്ന് സ്ലൈഡ്ലി റിക്കവറി വരുന്നുണ്ട്. ഓക്കെ, സോ നമുക്ക് നോക്കാം മാർക്കറ്റ് എങ്ങനെയാണ്. നിഫ്റ്റി ഇന്ന് നല്ല പോസിറ്റീവ് ആയിരുന്നു. ബട്ട് ഈ ഒരു ഇതിൻ്റെ മുകളിലോട്ട് 25,500 മുകളിലോട്ട് കുറച്ചും കൂടെ നല്ലൊരു പോസിറ്റീവ് ആയിരിക്കും. സോ നാളെ എങ്ങനെ മൊമെൻറ്റം വരുമെന്ന് നമുക്ക് നോക്കാം. ഓക്കെ ഗൈസ്, താങ്ക്സ് ഫോർ വാച്ചിങ്.